നമസ്കാരം. ഫണ്ട് BM ന്യൂസിലേക്ക് വിശദമായി. ശബരിമല സ്വർണ്ണക്കൊള്ള തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിക്ക് കാരണമായെന്ന് CPIM വിലയിരുത്തൽ. അയ്യപ്പ സംഗമം വേണ്ട വിധത്തിൽ ലക്ഷ്യം കണ്ടില്ല. ന്യൂനപക്ഷ വോട്ടുകളും ഭൂരിപക്ഷ വോട്ടുകളും എതിരായെന്നും സംശയം. ഭരണത്തിനെതിരെയും ജനങ്ങൾ വോട്ട് ചെയ്തുവെന്നും CPIM വിലയിരുത്തൽ. UDFന് അനുകൂലമായി വോട്ടൊഴുകിയതും BJP വളർച്ചയ്ക്ക് വഴിയൊരുക്കിയതും അവരുടെ മാത്രം നേട്ടം കൊണ്ടല്ലെന്ന തിരിച്ചറിവാണ് തെരഞ്ഞെടുപ്പ് ഫലം LDFന് നൽകുന്നത്. ശബരിമല യുവതീ പ്രവേശന മുറിവ് ഉണക്കിയെടുക്കാൻ വിശ്വാസികൾക്കൊപ്പം എന്ന ടാഗ്ലൈനോടെ സംഘടിപ്പിച്ച ആഗോള അയ്യപ്പ സംഗമം ഗുണം ചെയ്തില്ലെന്ന് മാത്രമല്ല, ന്യൂനപക്ഷ വോട്ടുകൾ അകന്നു പോകാനും കാരണമായതായാണ് പാർട്ടിയുടെ വിലയിരുത്തൽ. വികസന പ്രവർത്തനങ്ങൾ ജനങ്ങൾക്കിടയിലേക്ക് എത്തിയില്ല. തെറ്റുതിരുത്തി മുന്നോട്ടു പോകുമെന്നും മന്ത്രി V ശിവൻകുട്ടി. ഈ ജനവിധി LDF പൂർണ്ണമായും അംഗീകരിക്കുകയാണ്. ജനങ്ങളിൽ നിന്നും പഠിച്ചും തെറ്റുകൾ ഉണ്ടെങ്കിൽ അത് തിരുത്തിയും കാര്യങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തിയും LDF മുന്നോട്ട് പോകും. ശബരിമല സ്വർണ്ണക്കൊള്ള കൂടി പുറത്തു വന്നതോടെ വിശ്വാസികളെ അടുപ്പിക്കാനുള്ള ശ്രമവും നിഷ്ഫലമായി. സ്വർണ്ണക്കൊള്ളയിൽ BJP ഗുണഭോക്താക്കളാവുകയും ചെയ്തു. സ്വർണ്ണക്കൊള്ള കേസിൽ 2 പ്രമുഖ CPIM നേതാക്കൾ അറസ്റ്റിലായപ്പോൾ ഇവർക്കെതിരെ നടപടിയെടുക്കാതെ ഒഴിഞ്ഞു മാറിയതും തിരിച്ചടിയായി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപേ തന്നെ മുസ്ലിം വോട്ടുകൾ ഇടതുപക്ഷത്തേക്ക് അടുപ്പിക്കാനും ലീഗിനെ ദുർബലമാക്കാനും CPIM ശ്രമങ്ങൾ തുടങ്ങിയിരുന്നു. എന്നാൽ 2 കാര്യങ്ങളും നടന്നില്ലെന്ന് മാത്രമല്ല, CPIM മുസ്ലിം പ്രീണനം നടത്തുന്നുവെന്ന ആക്ഷേപവും ഉണ്ടായി. ആവർത്തിച്ച് വർഗീയ പരാമർശങ്ങൾ നടത്തുന്ന വെള്ളാപ്പള്ളി നടേശനെ മുഖ്യമന്ത്രി തോളോട് ചേർത്ത് നിർത്തിയതും ന്യൂനപക്ഷ വിഭാഗങ്ങളെ പൂർണ്ണമായി ഇടതുവിരുദ്ധ പക്ഷത്താക്കി. അടുത്ത ദിവസങ്ങളിൽ ചേരുന്ന CPIM നേതൃയോഗങ്ങളും LDF യോഗവും തോൽവി വിലയിരുത്തും. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം നിയമസഭയിൽ പ്രതിഫലിക്കാതിരിക്കാനുള്ള പ്രവർത്തനങ്ങളും പാർട്ടി ആസൂത്രണം ചെയ്യും. മനീഷ് മഹിബാൽ, 24, തിരുവനന്തപുരം. തദ്ദേശ തെരഞ്ഞെടുപ്പ് വിജയത്തിന് പിന്നാലെ നിയമസഭാ തിരഞ്ഞെടുപ്പിനൊരുങ്ങാൻ UDF. സംസ്ഥാനത്ത് നിലനിൽക്കുന്ന സർക്കാർ വിരുദ്ധ തരംഗം പരമാവധി പ്രയോജനപ്പെടുത്താനുള്ള ശ്രമങ്ങൾ UDF ആരംഭിക്കും. തിരുവനന്തപുരം കോർപ്പറേഷനിലെ BJP വിജയത്തിലും LDFനെ പഴിക്കുകയാണ് UDF. നിയമസഭാ തെരഞ്ഞെടുപ്പിനൊരുങ്ങുന്ന UDFന് വലിയ ആത്മവിശ്വാസം പകരുന്നതാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് വിധി. അനുകൂല തരംഗം നിലനിർത്താൻ ശ്രമങ്ങൾ ആരംഭിക്കും. KPCC UDF യോഗങ്ങൾ ഉടൻ ചേരും. നിയമസഭയിലേക്കുള്ള ചൂണ്ടുപലകയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് വിജയമെന്ന് നേതാക്കൾ ഇതിനോടകം കണക്കുകൂട്ടുന്നു. കൂട്ടായ്മയുടെ വിജയമെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് പറഞ്ഞു. വിജയം നിയമസഭയിലും ആവർത്തിക്കുമെന്ന് KPCC വർക്കിംഗ് പ്രസിഡന്റ് AP അനിൽകുമാറും വ്യക്തമാക്കി. കേരളത്തിലെ ജനങ്ങൾ UDFന് നൽകിയ വലിയ വിജയത്തിന് പിന്തുണയ്ക്ക് ഞങ്ങൾ അങ്ങേയറ്റം നന്ദി രേഖപ്പെടുത്തുകയാണ്. എല്ലാവരുടെയും കൂട്ടായ്മയിലാണ് ഈ വിജയം കൊയ്തെടുക്കാൻ വേണ്ടി സാധിച്ചത്. നേതൃത്വ പങ്കാളിത്തത്തിൽ അണികൾ നേടിത്തന്ന വിജയമാണ്, ജനങ്ങൾ സമ്മാനിച്ച വിജയമാണ്. ഇതിൻ്റെ തനിയാവർത്തനം കുറേ കൂടി ശക്തമായ രീതിയിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഉണ്ടാവും. എല്ലാ വിഭാഗം ജനങ്ങളും, ഭൂരിപക്ഷ ന്യൂനപക്ഷ വിഭാഗങ്ങളൊക്കെ UDFനോടൊപ്പം നിന്ന തെരഞ്ഞെടുപ്പാണ് ഈ തെരഞ്ഞെടുപ്പ്. അതിൻ്റെ ഒരു റിസൾട്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുള്ളത്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ BJPയുടെ വിജയവും LDFനെതിരെ ഉപയോഗിക്കാനാണ് UDF തീരുമാനം. തിരുവനന്തപുരത്തെ ഇടതുപക്ഷത്തിന്റെ പരാജയത്തിന് കാരണം മുഖ്യമന്ത്രി എന്നായിരുന്നു KC വേണുഗോപാലിന്റെ പ്രതികരണം. അപ്പോൾ തൃശ്ശൂർ പാർലമെന്റിന് ശേഷം തിരുവനന്തപുരം കോർപ്പറേഷനും BJPക്ക് കൊടുക്കാൻ ഒരേ ഒരു കാരണക്കാരേ ഉള്ളൂ. അത് കേരളത്തിലെ പിണറായി സർക്കാരും മുഖ്യമന്ത്രി പിണറായി വിജയനും. ലോക്സഭാ തെരഞ്ഞെടുപ്പുകളുടെ മാതൃകയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലും സ്ഥാനാർത്ഥികളെ ആദ്യം പ്രഖ്യാപിക്കുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ നേതൃത്വം ആലോചിക്കും. 24 തിരുവനന്തപുരം. കൊച്ചി കോർപ്പറേഷനിലെ ആധികാരിക വിജയത്തോടെ മേയർ ചർച്ചകളിലേക്ക് കടന്ന കോൺഗ്രസ്. KPCC ജനറൽ സെക്രട്ടറി ദീപ്തി മേരി വർഗീസ്, മഹിളാ കോൺഗ്രസ് മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് VK മിനിമോൾ, ഷൈനി മാത്യു എന്നിവരാണ് പരിഗണനാ പട്ടികയിൽ. ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തിനായി മുസ്ലിം ലീഗ് പിടിമുറുക്കിയിട്ടുണ്ട്. മേയർ ആരെന്നത് പാർട്ടി ആലോചിച്ച് തീരുമാനിക്കുമെന്ന് ദീപ്തി മേരി വർഗീസും VK മിനിമോളും 24നോട് പ്രതികരിച്ചു. കോൺഗ്രസ് ക്യാമ്പ് കണക്കുകൂട്ടിയതിലും വലിയ വിജയമാണ് കൊച്ചി കോർപ്പറേഷനിൽ നേടിയത്. സ്റ്റേഡിയം ഡിവിഷനിൽ നിന്നും വിജയിച്ച KPCC ജനറൽ സെക്രട്ടറി ദീപ്തി മേരി വർഗീസിന്റെ പേരിനാണ് മേയർ സ്ഥാനത്തേക്ക് മുൻതൂക്കം. മഹിളാ കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് VK മിനിമോൾ, ഷൈനി മാത്യു എന്നിവരുടെ പേരുകളും സജീവമാണ്. പാർട്ടി തീരുമാനിച്ച് ഉടൻ മേയറെ പ്രഖ്യാപിക്കുമെന്ന് ദീപ്തി മേരി വർഗീസ്. അത്തരത്തിലുള്ള ഒരു തീരുമാനവും പാർട്ടി എടുത്തിട്ടില്ല. ഇനിയുമാണ് പാർട്ടി തീരുമാനിക്കാൻ പോകുന്നത്. നേതൃത്വം കൂടി ആലോചിച്ച് തീരുമാനിക്കും. മേയർ സ്ഥാനത്തേക്ക് പാർട്ടി പറയുന്ന പേര് ആരുടേതായാലും അംഗീകരിക്കുമെന്നായിരുന്നു VK മിനിമോളുടെ പ്രതികരണം. നേതൃത്വം എടുക്കുന്ന എന്ത് തീരുമാനമാണോ ആ തീരുമാനത്തോടൊപ്പം വിധേയമായി നിന്നിട്ടുള്ള ഒരു പാരമ്പര്യമാണ് എൻ്റെ ഈ പൊതുപ്രവർത്തനത്തിൽ ഉണ്ടായിട്ടുള്ളത്. ഇനിയും അങ്ങനെ തന്നെയായിരിക്കും. രണ്ടുപേരും I വിഭാഗത്തിന്റെ പ്രതിനിധികളാണ്. അതേസമയം മുൻ കൌൺസിലർ ഷൈനി മാത്യുവിന്റെ പേരാണ് A ഗ്രൂപ്പ് മുന്നോട്ട് വയ്ക്കുന്നത്.
ഡെപ്യൂട്ടി മേയർ സ്ഥാനം വേണമെന്ന ആവശ്യം മുസ്ലിം ലീഗ് മുന്നോട്ട് വെച്ചു കഴിഞ്ഞു. ലഭിച്ചാൽ നിലവിലെ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷനായ TK അഷ്റഫിനായിരിക്കും നറുക്കു വീഴുക. വലിയ തർക്കങ്ങളൊന്നും ഉണ്ടാകാതെ മേയറെ പ്രഖ്യാപിക്കാനാണ് കോൺഗ്രസിന്റെ ശ്രമം. വൈകാതെ തന്നെ നേതൃയോഗങ്ങൾ ചേർന്ന് കൃത്യമായ തീരുമാനങ്ങളെടുക്കും. കൊച്ചിയിൽ നിന്നും ആൻമരിയ സനി, 24. ഇപ്പോൾ വരുന്ന ഒരു വാർത്ത, നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട വിധിന്യായത്തിന്റെ വിശദാംശങ്ങൾ വിഷ്ണു സുരേഷ് നൽകുന്നതാണ്. ഉത്തരവിൽ അന്വേഷണ ഉദ്യോഗസ്ഥന് രൂക്ഷ വിമർശനമെന്ന് വിഷ്ണു ഇപ്പോൾ വ്യക്തമാക്കുന്നുണ്ട്. മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറിയ വിവരം കൃത്യമായി കോടതി അറിയിച്ചില്ല എന്നാണ് ഉത്തരവിലെ വിമർശനം. 2020 ജനുവരിയിൽ തന്നെ ഹാഷ് വാല്യൂ മാറിയ വിവരം ഫോറൻസിക് ലാബിൽ തിരിച്ചറിഞ്ഞിരുന്നു. എന്നാൽ 2022 മാത്രമാണ് ഇത് താൻ അറിഞ്ഞത് എന്ന് വരുത്തി തീർക്കാൻ അന്വേഷണ ഉദ്യോഗസ്ഥൻ ശ്രമിച്ചു എന്നുള്ള വിമർശനമാണിപ്പോൾ ഈ ഉത്തരവിലുള്ളത്. വിഷ്ണു സുരേഷ് അല്പസമയത്തിനകം അതിന്റെ വിശദാംശങ്ങൾ നൽകും. AK ഹഫീസ് കൊല്ലം മേയറാകും. കേവല ഭൂരിപക്ഷമില്ലെങ്കിലും UDFന് അധികാരം ലഭിക്കും. കൊല്ലത്തെ തോൽവി പരിശോധിക്കുമെന്ന് CPIM ജില്ലാ സെക്രട്ടറി S ജയമോഹൻ 24നോട് പറഞ്ഞു. ശക്തമായ പ്രതിപക്ഷമാകുമെന്ന് BJP വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് S പ്രശാന്ത് പറഞ്ഞു. തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ മേയറെ പ്രഖ്യാപിച്ച് UDF നടത്തിയ പ്രവർത്തനമാണ് തിളക്കമാർന്ന വിജയത്തിന് ആധാരമെന്നാണ് കോൺഗ്രസ് വിലയിരുത്തൽ. നിയുക്ത മേയറായി AK ഹഫീസ് തന്നെ എത്തുമെന്ന് UDF നേതൃത്വം അർത്ഥശങ്കകൾക്കിടയില്ലാതെ ഉറപ്പിച്ചു പറയുന്നു. അടിസ്ഥാന സൗകര്യ വികസനത്തിന് ഊന്നൽ നൽകുന്ന പ്രവർത്തനങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്ന് നിയുക്ത മേയർ AK ഹഫീസ്. ഒരിക്കലും നിങ്ങളുടെയൊക്കെ പ്രതീക്ഷയ്ക്ക് ഒരു ദോഷവും വരാത്ത വിധത്തിൽ, ഒരു കളങ്കവും വരാത്ത വിധത്തിൽ 100% ഭംഗിയാക്കി തന്നെ ഇതിന്റെ ഭരണ സംവിധാനം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസത്തോടെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി അഭിവാദ്യം അർപ്പിക്കുന്നു. ഡെപ്യൂട്ടി മേയർ വനിതയായതിനാൽ സാമുദായ സമവാക്യം പാലിച്ചാകും തീരുമാനം. അതേസമയം തോൽവിയുമായി ബന്ധപ്പെട്ട ജനങ്ങളിൽ നിന്ന് വിവരശേഖരണം നടത്തുമെന്ന് CPIM ജില്ലാ സെക്രട്ടറി S ജയമോഹൻ 24നോട് പറഞ്ഞു. ചില സീറ്റുകൾ LDFനെ തോൽപ്പിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി BJPയും കോൺഗ്രസും SDPIയും ജമാഅത്ത് ഇസ്ലാമിയും ഒക്കെ തമ്മിൽ ധാരണകൾ ഉണ്ടാക്കി അവർ തെരഞ്ഞെടുപ്പ് നേട്ടത്തിന് വേണ്ടി നിലപാടുകൾ സ്വീകരിക്കാറുണ്ട്. ശക്തമായ പ്രതിപക്ഷമായി നിലകൊള്ളുമെന്ന് BJP വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് S പ്രശാന്ത്. ആരുമായി സന്ധിയില്ലെന്നും പ്രശാന്ത് 24നോട് പറഞ്ഞു. കോർപ്പറേഷനിൽ ഒരു നിർണായക ശക്തിയായി BJP മാറും എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞത്. അത് തന്നെ കോർപ്പറേഷൻ നിർണായക ശക്തിയായി നമ്മൾ മാറി. സ്റ്റാൻഡിംഗ് കൗൺസിൽ അംഗങ്ങൾ ഞങ്ങൾക്ക് ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. അത് കിട്ടും. ഉടൻ തന്നെ സത്യപ്രതിജ്ഞ നടത്താനാണ് UDF തീരുമാനം. അരുൺ രാജ്, 24, കൊല്ലം. കേരളത്തിലെ ആദ്യത്തെ BJP മേയറെ തീരുമാനിക്കാൻ BJP സംസ്ഥാന നേതൃതലത്തിൽ ചർച്ചകൾ സജീവം. VV രാജേഷിനെ മേയറായും R ശ്രീലേഖയെ ഡെപ്യൂട്ടി മേയറായും പരിഗണിച്ചാണ് ചർച്ചകൾ. അതേസമയം തിരുവനന്തപുരത്തെ മികച്ച വിജയത്തിന്റെ പശ്ചാത്തലത്തിൽ നിയമസഭാ സ്ഥാനാർത്ഥി ചർച്ചകളിലേക്കും BJP കടന്നിട്ടുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ പ്രതീക്ഷിച്ച വിജയം നേടിയതിൽ ആത്മവിശ്വാസമാണ് BJPക്കുള്ളത്. മുതിർന്ന BJP നേതാവ് VV രാജേഷും R ശ്രീലേഖയുമാണ് മേയർ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നത്. ആരാകും മേയർ എന്ന കാര്യത്തിൽ BJP ഇതുവരെ തീരുമാനം വ്യക്തമാക്കിയിട്ടില്ല. ഇക്കാര്യത്തിൽ കേന്ദ്ര നേതൃത്വത്തിന്റെ തീരുമാനം നിർണായകമാകും. ജില്ലാ BJPയിൽ നിർണായക സ്വാധീനമുള്ള VV രാജേഷിനെ മേയറാക്കിയാൽ R ശ്രീലേഖ ഡെപ്യൂട്ടി മേയറാകുമെന്നാണ് വിവരം. ഇതു സംബന്ധിച്ച ചർച്ചകൾ BJPയിൽ സജീവമാണ്. മേയർ ആരെന്നത് സംസ്ഥാന അധ്യക്ഷൻ തീരുമാനിക്കുമെന്നായിരുന്നു VV രാജേഷിന്റെ പ്രതികരണം. കൃത്യമായിട്ടുള്ള ഒരു ഭരണസമിതിയെ തന്നെയായിരിക്കും ചർച്ച ചെയ്ത് തിരഞ്ഞെടുക്കുന്നത്. സംസ്ഥാന നേതൃത്വം, പ്രത്യേക സംസ്ഥാന അധ്യക്ഷൻ, ജില്ലാ അധ്യക്ഷനൊക്കെ തന്നെ അടങ്ങുന്ന ടീം അതിനെക്കുറിച്ച് കൃത്യസമയത്ത് തന്നെ പറയും. RSSന്റെ അഭിപ്രായം കൂടി തേടി ഉടൻ തന്നെ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാനാണ് നീക്കം. കേവല ഭൂരിപക്ഷമില്ലാത്ത BJPക്ക് 2 സ്വതന്ത്രന്മാരുടെ പിന്തുണ നിർണായകമാണ്. എന്നാൽ ഒരു മുന്നണികളുമായും ചർച്ച നടത്തിയിട്ടില്ലെന്നും നിലപാടെടുത്തിട്ടില്ല എന്നുമായിരുന്നു കണ്ണമ്മൂലയിൽ സ്വതന്ത്രനായി വിജയിച്ച പാറ്റൂർ രാധാകൃഷ്ണന്റെ പ്രതികരണം. ഒരു സ്വതന്ത്രനെ ജയിപ്പിച്ചെടുക്കുന്ന സാഹചര്യം ഒരുപക്ഷെ ഒരു കോസ്റ്റൽ ഏരിയയിലൊക്കെ ചിലപ്പോൾ നടന്നേക്കും, ഇവിടെ നടക്കുമോ? അപ്പോൾ അത് ചെയ്ത ആളുകളോടൊരു കമ്മിറ്റ്മെൻ്റ് ഇല്ലേ? അതിന് സ്ഥാനവും ഒന്നും ഒരു വാഗ്ദാനവും പ്രശ്നമല്ല. ആളുകൾ എന്താണോ കൂട്ടായി പറയുന്നത് ആ തീരുമാനം ഉരുത്തിരിയുന്നവരെ ഞാൻ കാത്തിരിക്കും. അതേസമയം നിയമസഭാ തെരഞ്ഞെടുപ്പ് ആലോചനകളിലേക്കും BJP കടന്നിട്ടുണ്ട്. വട്ടിയൂർക്കാവ്, കഴക്കൂട്ടം, തിരുവനന്തപുരം നിയമമണ്ഡലങ്ങളിൽ നേരത്തെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും. നേമത്ത് രാജീവ് ചന്ദ്രശേഖരൻ തന്നെയെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. ശാസ്തമംഗലം വാർഡിലെ വിജയത്തിന് പിന്നാലെ R ശ്രീലേഖയെ നിയമസഭയിൽ മത്സരിക്കാനും തീരുമാനമായിട്ടുണ്ട്. 24 തിരുവനന്തപുരം. ക്ഷേമ പെൻഷനിലെ അധിക്ഷേപ പരാമർശം തിരുത്തി MM മണി MLA. പെട്ടെന്നുള്ള വികാരത്തിൽ പറഞ്ഞു പോയതെന്നും അങ്ങനെ പ്രതികരിക്കേണ്ടിയിരുന്നില്ല എന്നും MM മണി തിരുത്തി. തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് തൊട്ടുപിന്നാലെ നടത്തിയ വിവാദ പ്രസ്താവനയ്ക്കെതിരെ കടുത്ത വിമർശനം ഉയർന്നതോടെ MM മണിയെ CPIM തള്ളിയിരുന്നു. നന്ദികേടെല്ലാം നല്ല അനുകൂലമാണോ? ക്ഷേമ പ്രവർത്തനം, റോഡ്, പാലം, വികസന പ്രവർത്തനങ്ങൾ, ജനക്ഷേമ പരിപാടി ഇതുപോലെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ നടന്നിട്ടുണ്ടോ? ഇല്ലല്ലോ.
ഇതെല്ലാം വാങ്ങി നല്ല ഭംഗിയായി ചാപ്പാട് കഴിച്ചവർ നല്ല ഭംഗിയായി നമുക്കിട്ട് വെച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. തെരഞ്ഞെടുപ്പിൽ LDFന്റെ കനത്ത തോൽവിക്ക് പിന്നാലെയായിരുന്നു MM മണിയുടെ വിവാദ പരാമർശം. മണിയുടെ ശൈലിയിലുള്ള പ്രസ്താവനയെന്ന് MV ഗോവിന്ദൻ ന്യായീകരിച്ചു. വിഷയം പ്രതിപക്ഷം ആയുധമാക്കിയതോടെ CPIM ജനറൽ സെക്രട്ടറി MA ബേബി തന്നെ മണിയെ തള്ളിപ്പറഞ്ഞു. പിന്നാലെ MM മണിയുടെ തിരുത്ത്. ഞാൻ ഇന്നലത്തെ സാഹചര്യത്തിൽ അങ്ങനെ പ്രതികരിച്ചു എന്നുള്ളതേ ഉള്ളൂ. അത് ശരിയായില്ല എന്ന് പറഞ്ഞ പാർട്ടിയുടെ നിലപാട് തന്നെയാണ് എൻ്റെ നിലപാട്. അതിന് വ്യത്യസ്ത നിലപാടൊന്നുമില്ല. അന്നേരത്തെ ഒരു കാര്യത്തിലങ്ങ് പറഞ്ഞൊന്ന് കൂട്ടിയാൽ മതി. തൊഴിലാളി വർഗ നേതാവായ MM മണി ഇത്തരത്തിൽ പ്രസ്താവന നടത്താൻ പാടില്ലായിരുന്നു എന്ന് മന്ത്രി V ശിവൻകുട്ടി. അത് MM മണി അങ്ങനെ പറയാൻ വേണ്ടി പാടില്ലേ. സാമൂഹികപരമായി സാമ്പത്തികപരമായി പിന്നോക്കം നിൽക്കുന്ന ഒരു ജനവിഭാഗങ്ങളെയും ഒരു രൂപത്തിലും ആക്ഷേപിക്കാൻ വേണ്ടി പാടില്ല. അത് CPMന്റെ നയമാണെന്ന് എനിക്ക് തോന്നുന്നു. RSP നേതാവ് A അസീസ് കടുത്ത ഭാഷയിലാണ് വിമർശിച്ചത്. ഞങ്ങൾ 2000 രൂപ പെൻഷൻ കൊടുത്ത് അത് വാങ്ങിച്ച് തിന്നുകൊണ്ട് നന്ദിയേട് കാണിച്ചതാണ് എന്ന് പറഞ്ഞാൽ MM മണിയുടെ തന്തയുടെ വകയാണോ? തിരുത്തൽ വരുത്തിയെങ്കിലും MM മണിയുടെ വിവാദ പ്രസ്താവന സജീവ ചർച്ചയാക്കാനാണ് പ്രതിപക്ഷത്തിന്റെ നീക്കം. 24 ഇടുക്കി. തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് പിന്നാലെ കേരള കോൺഗ്രസിന്റെ മുന്നണി മാറ്റ ചർച്ച വീണ്ടും സജീവമാകുന്നു. UDF നേതാക്കൾ ജോസ് കെ മാണിയെയും കൂട്ടരെയും സ്വാഗതം ചെയ്തതോടെയാണ് ചർച്ച സജീവമായത്. അതേസമയം ഇടതുമുന്നണിയിൽ ഉറച്ചു നിൽക്കുമെന്ന് ജോസ് കെ മാണി 24നോട് പറഞ്ഞു. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ജോസ് കെ മാണിയെയും കൂട്ടരെയും UDFിലെത്തിക്കാനുള്ള നീക്കങ്ങൾ നടന്നിരുന്നു. എന്നാൽ ഇതിനോട് അനുകൂലമായ നിലപാട് കേരള കോൺഗ്രസ് സ്വീകരിച്ചില്ല. സർക്കാരിനൊപ്പം നിൽക്കുമെന്ന് തന്നെയായിരുന്നു ജോസ് കെ മാണിയുടെ പ്രതികരണം. എന്നാൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം വന്നതോടെ UDFന് മേൽക്കൈ ലഭിച്ചു. ഈ പശ്ചാത്തലത്തിൽ കേരള കോൺഗ്രസ് എമ്മിനെ കൂടെ കൊണ്ടുവന്ന് നിയമസഭയിൽ കൂടുതൽ കരുത്ത് തെളിയിക്കാനാണ് UDF ആലോചിക്കുന്നത്. ഇതിനോടകം പല നേതാക്കളും ജോസിനെയും കൂട്ടരെയും സ്വാഗതം ചെയ്യുകയും ചെയ്തു. ജോസ് കെ മാണി ഈ UDFിൽ നിന്നും അവർ കേരള കോൺഗ്രസ് പാർട്ടി പോയതിനു ശേഷം അവർക്ക് എന്തെങ്കിലും മെച്ചം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് അവർ പരിശോധിക്കണം. അവരുടെ നേതാക്കന്മാരോടൊപ്പം തന്നെ അവരുടെ അണികളും ആലോചിക്കണം. LDFിലേക്ക് പോയതിനു ശേഷം അവരുടെ അണികൾക്ക്, അവരുടെ താഴെ 2ാം നിരയിലും 3ാം നിരയിലും ഒക്കെ പ്രവർത്തിക്കുന്ന നേതാക്കന്മാർക്ക് അവർക്കൊക്കെ എന്തെങ്കിലും മെച്ചം ഉണ്ടായിട്ടുണ്ടോ? ജോസ് കെ മാണിക്കെതിരെ കടുത്ത നിലപാട് സ്വീകരിച്ച മാണി സി കാപ്പനും നിലപാട് മയപ്പെടുത്തിയിട്ടുണ്ട്. കേരള കോൺഗ്രസ് സന്തോഷം 2 കൈ കൂട്ടി സ്വീകരിക്കും. പഴയ നിലപാട് മാറിയോ? അല്ല, നിലപാട് മാറിയെന്ന് വെച്ചാൽ പാല കൊടുക്കുമെന്നല്ലേ ചോദിച്ചുള്ളൂ. അത് പറ്റിയല്ല ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ കേരള കോൺഗ്രസ് എനിക്കെന്താ എതിര്? എന്നാൽ തിരഞ്ഞെടുപ്പ് തോൽവിയുടെ പേരിൽ മുന്നണി മാറാൻ ഇല്ലെന്നാണ് ജോസ് കെ മാണി പറയുന്നത്. ഒരിക്കലും ഒരു വിജയവും പരാജയവും ഒക്കെ പെട്ടെന്ന് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുക എന്ന് പറഞ്ഞ ഒരു രാഷ്ട്രീയത്തിന് അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനത്തിന് യോജിച്ചതല്ല. അതുകൊണ്ട് കേരള കോൺഗ്രസ് ആ ഉയർച്ചയിലും താഴ്ചയിലും വിജയത്തിലും പരാജയത്തിലും ഉറച്ച നിലപാടായിട്ട് പോകും. തെരഞ്ഞെടുപ്പിൽ LDFന് തിരിച്ചടി നേരിട്ടെങ്കിലും കേരള കോൺഗ്രസ് എമ്മിന് കാര്യമായ നഷ്ടമുണ്ടായിട്ടില്ല എന്നാണ് ഇവരുടെ വിലയിരുത്തൽ. ഈ വിഷയത്തിൽ LDFിൽ തർക്കങ്ങളുണ്ടാകുമോ എന്നും UDF നേതൃത്വം ഉറ്റുനോക്കുന്നുണ്ട്. 24 കോട്ടയം. നടിയെ ആക്രമിച്ച കേസിലെ വിധിന്യായത്തിൽ സംവിധായകൻ ബാലചന്ദ്രകുമാറിന്റെ മൊഴിയിൽ സംശയമുയർത്തി കോടതി. സിനിമാ ചർച്ചയ്ക്ക് വേണ്ടിയാണ് ദിലീപിനെ കാണാൻ എത്തിയതെന്ന് ആദ്യം പറഞ്ഞ ബാലചന്ദ്രകുമാർ പിന്നീട് മൊഴി മാറ്റിയതായി കോടതി ഉത്തരവിലുണ്ട്. അതിനിടെ കേസിൽ വിധിയിലെ പരാമർശങ്ങൾ ഊമക്കത്തായി പ്രചരിച്ചതിൽ അന്വേഷണം ആവശ്യപ്പെട്ട് പോലീസ് മേധാവിക്ക് അന്വേഷണ ഉദ്യോഗസ്ഥൻ ബൈജു പൗലോസ് കത്ത് നൽകി. നടിയെ ആക്രമിച്ച കേസിലെ അപ്രതീക്ഷിത വഴിത്തിരിവായിരുന്നു സംവിധായകൻ ബാലചന്ദ്രകുമാർ ദിലീപിനെതിരെ ഉയർത്തിയ ആരോപണങ്ങളും മുന്നോട്ട് വച്ച തെളിവുകളും. 1700-ലധികം പേജുകളുള്ള വിധിപ്പകർപ്പിൽ ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തലിൽ അടിമുടി സംശയമാണ് കോടതി പ്രകടിപ്പിച്ചത്. ബാലചന്ദ്രകുമാറിന്റെ മൊഴിയും പ്രോസിക്യൂഷന്റെ വാദവും ചേർന്നു പോകുന്നില്ല. ദിലീപിനെ കാണാനെത്തിയത് സിനിമാ ചർച്ചയ്ക്ക് വേണ്ടിയാണെന്ന് ആദ്യം മൊഴി നൽകിയ ബാലചന്ദ്രകുമാർ പിന്നീടത് ഗൃഹപ്രവേശത്തിന് വേണ്ടിയാണെന്ന് തിരുത്തി. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട തെളിവ് ഹാജരാക്കാൻ പ്രോസിക്യൂഷന് സാധിച്ചിട്ടില്ല എന്ന് കോടതി ചൂണ്ടിക്കാട്ടുന്നു. രഹസ്യബന്ധമായിരുന്നെങ്കിൽ ബാലചന്ദ്രകുമാർ എത്തിയപ്പോൾ പൾസർ സുനിയെ ദിലീപ് അവിടെ നിന്ന് മാറ്റില്ലായിരുന്നോ എന്ന് വിധിന്യായത്തിൽ ചോദിക്കുന്നുണ്ട്. സംഭവം നടന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുൻപുണ്ടായ കൂടിക്കാഴ്ച സംബന്ധിച്ച് പൾസർ സുനി പോലും പറയുന്നില്ലെന്നും കോടതി നിരീക്ഷിച്ചു. വിചാരണ വേളയിൽ B സന്ധ്യയ്ക്കെതിരെ ദിലീപ് ഉന്നയിച്ച ആരോപണവും വിധിന്യായത്തിലുണ്ട്. വിരമിക്കലിന് ശേഷം വിധി വരാനായി ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തലിലൂടെ വിചാരണ നീട്ടിക്കൊണ്ടുപോവുകയായിരുന്നു B സന്ധ്യയുടെ ലക്ഷ്യമെന്ന് ദിലീപ് ആരോപിക്കുന്നു. അതിനിടെ കേസിൽ വിധിയിലെ പരാമർശങ്ങൾ ഊമക്കത്തായി പ്രചരിച്ചതിൽ അന്വേഷണം ആവശ്യപ്പെട്ട് അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന ബൈജു പൗലോസ് DGPക്ക് കത്ത് നൽകി. വിധി പറയുന്നതിന് ഒരാഴ്ച മുൻപ് വിധിയുടെ പ്രധാന വിവരങ്ങൾ ഊമക്കത്തായി ചിലർക്ക് ലഭിച്ചെന്ന് പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നു. 24 കൊച്ചി.
നടിയെ ആക്രമിച്ച കേസിൽ പ്രോസിക്യൂഷൻ വീഴ്ചകൾ ചൂണ്ടിക്കാട്ടി കോടതി. ചാറ്റുകൾ ദിലീപ് ഡിലീറ്റ് ചെയ്തുവെന്ന് തെളിയിക്കാൻ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടു. കേസുമായി ബന്ധപ്പെട്ട ചാറ്റുകളാണ് ഡിലീറ്റ് ചെയ്തതെന്ന് തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല എന്നും കോടതി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറിയ വിവരം കൃത്യമായി കോടതി അറിയിച്ചില്ല എന്ന അന്വേഷണ ഉദ്യോഗസ്ഥന് കോടതിയുടെ വിമർശനം. വിഷ്ണു സുരേഷുണ്ട് കൊച്ചിയിൽ നിന്ന്. വിഷ്ണു, ഈ മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂവുമായി ബന്ധപ്പെട്ട് എന്തായിരിക്കും ഈ ഉത്തരവിൽ ഉള്ളതെന്ന് ഏവരും ഉറ്റുനോക്കുന്നുണ്ടായിരുന്നു. എന്താണ് ഉത്തരവിൽ പറയുന്നത്? വിവരങ്ങൾ വിഷ്ണു. പ്രോസിക്യൂഷന്റെ വീഴ്ചകൾ ചൂണ്ടിക്കാണിക്കുകയാണ് നിലവിൽ ഉത്തരവിൽ ഉടനീളം ഈ കോടതി. അതിലേറ്റവും പ്രധാനപ്പെട്ടത് മെമ്മറി കാർഡ് ഹാഷ് വാല്യൂ മാറിയതാണ്. അത് വലിയ ചർച്ചകൾക്ക് വഴിമാറുകയും രാഷ്ട്രപതി ഓഫീസ് വരെ നടി പോകുകയൊക്കെ ചെയ്തത് നമ്മൾ കണ്ടതാണ്. അതിലാണ് ഇപ്പോൾ കോടതി അതിൽ പ്രധാനപ്പെട്ട നിരീക്ഷണം നടത്തിയിരിക്കുന്നത്. 2020 ജനുവരിയിൽ തന്നെ ഹാഷ് വാല്യൂ മാറിയ വിവരം ഫോറൻസിക് ലാബിൽ തിരിച്ചറിഞ്ഞിരുന്നു. അന്ന് തന്നെ ഹാഷ് വാല്യൂ മാറ്റത്തെക്കുറിച്ച് അന്വേഷണ ഉദ്യോഗസ്ഥന് അറിവുണ്ടായിരുന്നു. പക്ഷേ 2022 മാത്രമാണ് താനിത് അറിഞ്ഞതെന്ന് വരുത്തി തീർക്കാൻ അന്വേഷണ ഉദ്യോഗസ്ഥൻ ശ്രമിച്ചു എന്നാണ് കോടതിയുടെ നിരീക്ഷണം. ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തലിന് ശേഷം കേസ് വീണ്ടും സജീവമാക്കാൻ പോലീസ് നടത്തിയ നാടകമായിരുന്നു ഇതെന്ന് പരോക്ഷ വിമർശനം ഈ ഉത്തരവിലുണ്ട്. ഹാഷ് വാല്യൂയിലുണ്ടായ മാറ്റം അതിലെ ദൃശ്യങ്ങളിൽ കൃത്രിമം നടന്നുവതിന്റെ സൂചനയല്ല എന്നുള്ളതാണ് കോടതി വ്യക്തമാക്കുന്നത്. ദൃശ്യങ്ങൾ വളരെ സുരക്ഷിതമാണെന്നും കോടതി നിരീക്ഷിക്കുന്നുണ്ട്. ഒപ്പം ഡിജിറ്റൽ തെളിവ് ഹാജരാക്കുന്നതിലും പ്രോസിക്യൂഷന് വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. പ്രോസിക്യൂഷൻ ആവർത്തിച്ച് പറഞ്ഞത് ദിലീപിന്റെ മൊബൈൽ ഫോണിൽ ഈ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ടുള്ള നിർണായക ചാറ്റുകൾ ഡിലീറ്റ് ചെയ്യപ്പെട്ടു എന്നാണ്. 12ഓളം ചാറ്റുകൾ ഉണ്ട് എന്ന് ഒരു സാക്ഷി ആദ്യം പോലീസിന് മൊഴി നൽകി. താനത് ഡിലീറ്റ് ചെയ്യുന്ന കണ്ടു എന്ന്. പക്ഷേ പിന്നീട് അയാൾ തന്നെ അത്തരത്തിൽ ഡിലീറ്റ് ചെയ്യുന്നത് കണ്ടില്ല. പോലീസിന് ഭയന്നാണ് അങ്ങനെ ഒരു മൊഴി നൽകിയതെന്ന് പറഞ്ഞത് കോടതിക്ക് മുമ്പാകെ എത്തിയിരുന്നു. ഒപ്പം ഈ 12 ചാറ്റുകളിൽ ചില ആളുകൾ ഈ കോൺസ്പിറസി നടത്തിയെന്ന് പോലീസ് സംശയിക്കുന്ന ആളുകൾ വിദേശത്താണുള്ളത്. അവരെ ചോദ്യം ചെയ്യാനോ അവരുടെ ഫോണുകൾ ഹാജരാക്കാനോ പ്രോസിക്യൂഷന് സാധിച്ചിട്ടില്ല. അങ്ങനെ ഡിജിറ്റൽ തെളിവുകൾ ഹാജരാക്കാനും പ്രോസിക്യൂഷൻ വീഴ്ച പറ്റിയെന്നാണ് ഉത്തരവിൽ വ്യക്തമാക്കുന്നത്. ഉന്മേഷം. ശരി, വിഷ്ണു സുരേഷാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്. ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാല വൈസ് ചാൻസലർ നിയമനത്തിൽ സുപ്രീം കോടതി തീരുമാനത്തെ വിമർശിച്ച് ചാൻസലർ കൂടിയായ ഗവർണർ. ചാൻസലർക്കാണ് VC നിയമിക്കാനുള്ള അധികാരം. ഓരോരുത്തരുടെയും ചുമതലകളെ കോടതി ബഹുമാനിക്കണം. സെർച്ച് കമ്മിറ്റി വെച്ച് കോടതി വൈസ് ചാൻസലറെ തീരുമാനിക്കുന്നത് ശരിയല്ലെന്നും ഗവർണർ. സലീം മാലിക്കുണ്ട് തിരുവനന്തപുരത്ത്. സലീം, എന്താണ് ഗവർണറുടെ വിമർശനം? ഉന്മേഷ്, ഇന്ന് നടന്ന ഒരു പൊതുപരിപാടിയിലാണ് ഗവർണർ സുപ്രീം കോടതിക്കെതിരെ അതിരൂക്ഷ വിമർശനവുമായി രംഗത്തെത്തിയത്. കഴിഞ്ഞ ദിവസമായിരുന്നു ഈ സാങ്കേതിക ഡിജിറ്റൽ സർവകലാശാല VC-മാരുടെ വിഷയത്തിൽ സുപ്രീം കോടതി നിർണായകമായ ഇടപെടൽ നടത്തിയത്. VC-മാരെ സുപ്രീം കോടതി തീരുമാനിക്കും എന്നുള്ളതായിരുന്നു. അതിനായി പേരുകൾ മുദ്രവെച്ച കവറിൽ നൽകാനും ജസ്റ്റിസ് ദൂലിയ കോടതിയുടെ ഭാഗത്ത് നിന്ന് നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു. VC നിയമനത്തിൽ സമവായത്തിലെത്താത്തതോടുകൂടിയായിരുന്നു കോടതിയുടെ ഈ ഇടപെടൽ. ഇതിലാണ് വലിയ വിമർശനം ഇപ്പോൾ കോടതിക്കെതിരെ ഗവർണർ ഉയർത്തിയിരിക്കുന്നത്. VC-യെ നിയമിക്കാൻ എന്തധികാരമാണുള്ളത് എന്നുള്ളതാണ് ഗവർണർ ചോദിച്ചത്. VC നിയമിക്കാനുള്ള അധികാരം ചാൻസലർക്കാണ്. UGC ചട്ടവും കണ്ണൂർ VC കേസിലെ കോടതി വിധിയും ഒക്കെ ചൂണ്ടിക്കാണിച്ചായിരുന്നു ഗവർണറുടെ പരാമർശം. എന്നാൽ ഇപ്പോൾ കോടതി ഇതൊന്നും പരിഗണിക്കുന്നില്ല. ഇത് ശരിയല്ല എന്നും സെർച്ച് കമ്മിറ്റിയെ വെച്ച് കോടതി VC-യെ തീരുമാനിക്കുന്നത് ശരിയല്ല എന്നുമായിരുന്നു ഗവർണർ പറഞ്ഞത്. ഒപ്പം തന്നെ നിങ്ങളുടെ ജോലി ഞങ്ങൾ ചെയ്തോളാം എന്ന് പറയുന്നത് ശരിയല്ല. ഓരോരുത്തരുടെയും ചുമതലകളെ കോടതി ബഹുമാനിക്കണം എന്നും ഗവർണർ പറഞ്ഞു. നാളെ തെരഞ്ഞെടുപ്പ് കമ്മീഷനോടും കോടതി ഇങ്ങനെ പറഞ്ഞേക്കാമെന്നും പരിഹാസ രൂപത്തിൽ ഗവർണർ പറയുകയായിരുന്നു. യഥോ ധർമ്മ തഥോ ജയ എന്നുള്ളതാണ് കോടതിയിൽ നിന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നും ഗവർണർ രാജേന്ദ്ര അർലേക്കർ ഇന്ന് നടന്നൊരു പൊതുപരിപാടിയിൽ പറഞ്ഞു. അത് ഈ നിയമപരമായി ബന്ധപ്പെട്ട ഒരു പരിപാടിയിലാണ് ഗവർണർ പങ്കെടുത്തത്. അതിലാണ് കോടതിയെ. ശരി സലീം, അത് പ്രധാനപ്പെട്ടതുമാണ് അദ്ദേഹത്തിന്റെ പരാമർശങ്ങൾ. സലീം മാലിക് വിവരങ്ങൾ നൽകുകയായിരുന്നു. പുരാവസ്തു കള്ളക്കടത്ത് സംഘങ്ങൾക്ക് ശബരിമല സ്വർണ്ണമോഷണവുമായി ബന്ധമുണ്ട് എന്ന വെളിപ്പെടുത്തലിൽ കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല ഇന്ന് മൊഴി നൽകും. ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് തിരുവനന്തപുരം ഈഞ്ചക്കലുള്ള ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തിയാകും പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ മൊഴി നൽകുക. പുരാവസ്തുക്കളുടെ രാജ്യാന്തര കരിഞ്ചന്തയിൽ 500 കോടിക്ക് സ്വർണ്ണപ്പാളി ഇടപാട് നടന്നുവെന്നാണ് ആരോപണം. ഇത് സംബന്ധിച്ച വിവരങ്ങൾ തനിക്കൊരു വ്യവസായി കൈമാറിയെന്ന് കാണിച്ചാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന് രമേശ് ചെന്നിത്തല കത്ത് നൽകിയത്. ആലപ്പുഴ കായംകുളത്ത് തെരുവുനായ ആക്രമണത്തിൽ 10 പേർക്ക് പരിക്കേറ്റു. കായംകുളം മത്സ്യ മാർക്കറ്റിന് സമീപമായിരുന്നു സംഭവം. ബൈക്കിലെത്തി യുവാവിനെ കടിച്ച ശേഷം നായ സമീപത്തെ വീടുകളിലും പരിഭ്രാന്തി പരത്തി. വീട്ടുമുറ്റത്ത് നിന്നവർക്കുൾപ്പെടെ കടിയേറ്റു. തിരുവനന്തപുരം കോർപ്പറേഷനിലുണ്ടായ കനത്ത തോൽവിക്ക് പിന്നാലെ തലസ്ഥാനത്തെ CPI-ൽ പൊട്ടിത്തെറി. നിലവിലെ മേയറായിരുന്ന ആര്യ രാജേന്ദ്രന്റെ പ്രവർത്തന പോരായ്മയെ ചൊല്ലി പാർട്ടിക്കുള്ളിൽ വിമർശനങ്ങൾ ശക്തമായി. അതിനിടെ 1 ഇഞ്ച് പിന്നോട്ടില്ലെന്ന വാട്സാപ്പ് സ്റ്റാറ്റസ് ഇട്ട് ആര്യ രാജേന്ദ്രൻ രംഗത്തെത്തി. ആര്യക്കെതിരെ അതിരൂക്ഷ വിമർശനം ഉന്നയിച്ച മുൻ കൌൺസിലർ ഗായത്രി ബാബുവിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് പാർട്ടി പരിശോധിക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു.
പതിറ്റാണ്ടുകളായി LDF ഭരിച്ചിരുന്ന ചെങ്കോട്ടയാണ് മൃഗീയ ഭൂരിപക്ഷത്തോടെ NDA കൈപ്പിടിയിലാക്കിയത്. മേയർ ആര്യ രാജേന്ദ്രന്റെ പെരുമാറ്റ പ്രവർത്തന ശൈലികൾ മാത്രമാണ് ഇതിന് കാരണമെന്നാണ് പാർട്ടിയിലെ തന്നെ ഒരു വിഭാഗത്തിന്റെ വിമർശനം. പാർട്ടിയേക്കാൾ വലുതാണെന്ന ഭാവവും അധികാരപരമായി തന്നേക്കാൾ താഴ്ന്നവരോടുള്ള പുച്ഛവും അധികാരത്തിൽ മുകളിലുള്ളവരോടുള്ള അതിവിനയവും ഓഫീസിലെത്തുന്നവരെ കാണാൻ കൂട്ടാക്കാത്ത പ്രവണതയും തുടങ്ങി ആര്യ രാജേന്ദ്രനെതിരെ രൂക്ഷമായ ഭാഷയിലായിരുന്നു ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷയും CPIM നേതാവ് വഞ്ചിയൂർ ബാബുവിന്റെ മകളുമായ ഗായത്രി ബാബുവിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. എന്നാൽ ഗായത്രി ബാബുവിന്റെ അഭിപ്രായം പാർട്ടി തള്ളി ആര്യയെ പൂർണ്ണമായും പിന്തുണച്ചാണ് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും മന്ത്രി V ശിവൻകുട്ടിയും രംഗത്തെത്തിയത്. ആര്യക്കെതിരായ ഫേസ്ബുക്ക് പോസ്റ്റ് പാർട്ടി പരിശോധിക്കുമെന്ന് V ശിവൻകുട്ടി. ഗായത്രി ബാബുവിന്റെ പ്രസ്താവന അത് വ്യക്തിപരമായിട്ടുള്ള അവരുടെ അഭിപ്രായ പ്രകടനം മാത്രമാണ്, അത് പാർട്ടിയുടെ അഭിപ്രായമല്ല. മേയർ ആര്യ രാജേന്ദ്രൻ പാർട്ടിക്ക് വിധേയമായി കൊണ്ട് തന്നെയാണ് പ്രവർത്തനങ്ങൾ ആഘാതത്തിൽ നടത്തിയിട്ടുള്ളത്. തോൽവിക്കും വിമർശനങ്ങൾക്കും പിന്നാലെ 1 ഇഞ്ച് പിന്നോട്ടില്ലെന്ന വാട്സ്ആപ്പ് സ്റ്റാറ്റസുമായാണ് ആര്യ രാജേന്ദ്രൻ എത്തിയത്. ആര്യ രാജേന്ദ്രനോ ഗായത്രി ബാബുവോ ഇതുവരെ മാധ്യമങ്ങളോട് പ്രതികരിച്ചിട്ടില്ല. മേയറും ഗായത്രി ബാബുവുമായി ഏറെ നാളായി സ്വരച്ചേർച്ചയിലല്ല. 2020 മേയർ സ്ഥാനത്തേക്ക് ഗായത്രിയുടെ പേര് പരിഗണിച്ചിരുന്നുവെങ്കിലും പിന്നീട് തഴയപ്പെടുകയായിരുന്നു. 24 തിരുവനന്തപുരം.